ഇന്ന് ആരെ ക്ലാസ് ആയിരുന്നു? Good afternoon all. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. തയ്യാറ് പറഞ്ഞോ കേട്ടോ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവാകേണമേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. സാറിനെ തൊട്ട് ഓഫ് ദി ഡേ പറഞ്ഞോ കേട്ടോ. ഞാൻ സൈനിങ് ആണോ അല്ല സോർട്ട് ഓഫ് ദി ഡേ ആണോ? ആദ്യം സൈനിങ്, അത് കഴിഞ്ഞിട്ട് തൊട്ട് ഓഫ് ദി ഡേ. Good afternoon, ma'am. Welcome to our classroom. We are excited to learn from you and explore new ideas together. And today is June 12, World Day Against Child Labor. Let childhood be for learning, playing, and dreaming, not for labor. Thought of the day: if you fail, never give up, because fail means first attempt in learning. APJ Abdul Kalam. സോ നമ്മളുടെ പുതിയ സെഷനാണ്. ന്യൂ ക്ലാസ് ടീച്ചേഴ്സൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങിയോ? തുടങ്ങി. സോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. ഓക്കെ, നമുക്കറിയാലേ കുട്ടികൾക്ക് പല പല അസുഖങ്ങളാണല്ലേ വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് കോമൺലി കാണാറുണ്ട് കുട്ടികൾക്ക്, ഇല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മളുടെ ആ ഒരു മൺസൂൺ സീസൺ എന്ന് പറയുന്നത് തന്നെ അസുഖങ്ങളുടെയും കൂടെ ഒരു കാലം ആണ് എന്നാണ് സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കാറ്, അല്ലേ? കുട്ടികളില് കോമൺ ഡിസീസസ് എന്തുകൊണ്ട് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? നമ്മളെ പോലെ ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് മാം. അതെ, ഇമ്മ്യൂണിറ്റി കുറവാണ്. നമ്മളെ പോലെ എല്ലാവരും അവർ വളർന്നു വരുന്നുള്ളൂ. സോ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ് അവർക്ക് മിക്ക അസുഖങ്ങളും വരുന്നത്. അപ്പോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാക്സിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുട്ടികളിൽ കോമൺ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ കാണാറുണ്ട്. കാരണം നമ്മളെക്കാൾ കൂടുതൽ സറൗണ്ടിങ്സ് എൻവയോൺമെന്റ് ആയിട്ട് ക്ലോസ്ഡ് ആരാണ്? കുട്ടികളാണ്, അല്ലെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചപ്പലൊന്നും യൂസ് ചെയ്യാതെ പുറത്തൊന്നും നടക്കാറില്ല, അല്ലെ? കുറച്ചും കൂടി മെച്ചൂർഡ് ആയതിനു ശേഷം ചെറുപ്പത്തിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആരെങ്കിലും ചപ്പലൊക്കെ യൂസ് ചെയ്യാതെ പുറത്ത് നടക്കാറുണ്ടോ? ഇല്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവർ പ്ലേ ടൈമിലായാലും കളിക്കുന്ന സമയത്തിലാണെങ്കിലും അവർ ചപ്പലൊക്കെ ഊരി അവർ അവരുടേതായ രീതിയിൽ എന്താണ് പ്ലേയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അവർ കുറച്ചും കൂടി എൻവയോൺമെന്റ് ആൻഡ് സറൗണ്ടിങ്സ് ആയതുകൊണ്ടാണ്
ക്ലോസ്ഡ് ആണ് അല്ലെ, ഭയങ്കര ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ ന്യൂസിൽ കേട്ട് തുടങ്ങി കാണും അല്ലെ. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. പിന്നെ ഷിഗല രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് അസുഖങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ന്യൂസിലും അതേപോലെ തന്നെ ടിവിയിലൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ മിക്കതിലും നമ്മള് കൂടുതലായിട്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരുന്നത്. സോ നമ്മള് വിചാരിക്കും നമ്മുടെ എൻവയോൺമെന്റ് പ്യുവർ ആണ്, സേഫ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനകത്ത് സേഫ് ഒന്നും അല്ലാണ്ട് നമ്മുടെ എൻവയോൺമെന്റ്. നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലും നമ്മൾ സംശയിച്ചു. അയ്യോ, ഇപ്പൊ ഒരാൾ ചുമക്കുന്ന സമയത്ത് അയ്യോ ഇയാൾ ചുമച്ചിട്ട് കോവിഡ് വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ. നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിത്. ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് എവിടെയുണ്ട്? എൻവയോൺമെന്റിലുണ്ട്. ഒരുപാട് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ് ഒക്കെ എന്താണ് നമ്മളുടെ എൻവയോൺമെന്റിൽ കാണും. ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് എന്താണ്? ഒരു ത്രെഡ് ആണ്, ഭീഷണിയാണ്. ഡിസീസ് may be caused by germs. Different types of germs, parasites, poison ഒക്കെയാണ് ഡിസീസസ് കോമൺലി സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 types of ഡിസീസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട്. കണ്ടേജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ്. കണ്ടേജീനിയസ് എന്ന് പറയുമ്പോൾ ആ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആവും. ത്രൂ കോണ്ടാക്റ്റിലൂടെ, നമ്മൾ ഒരാളായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിലൂടെ അസുഖം സ്പ്രെഡ് ആവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്? കോവിഡ് നമുക്ക് പറയാം അല്ലെ. കോവിഡ് നമ്മൾ ക്വാറന്റൈനൊക്കെ ഇരുന്നൊക്കെ ഓർമ്മയില്ല എല്ലാവർക്കും. കോവിഡ് നമ്മൾ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്നല്ലേ? നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തമ്പ് അയക്കുക കേട്ടോ. ഞാൻ പറയുന്നതിന് റെസ്പോൺസ് ആയിട്ട് എന്താണ് തമ്പിൽ അയക്കണം കേട്ടോ. ഓക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഫേസ്, സാധാരണ നമുക്ക് നോർമൽ ക്ലാസ് റൂമിലാണെങ്കിൽ കുട്ടികളുടെ ഫേസിൽ നിന്ന്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ സാധിക്കില്ല. നിങ്ങൾ എന്തായാലും ഞാൻ പറയുമ്പോ ചോദിക്കുമ്പോ തമ്പായിരിക്കാം കേട്ടോ. കണ്ടീജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളെയാണ് നമ്മള് കണ്ടീജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ജെംസ് വളരെ സ്ട്രോങ് ആണ്. കോവിഡ് ഒക്കെ ആർക്കും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. നമ്മളെ ടയേർഡ് ആക്കി കളയും അല്ലെ, നമ്മൾ ഫുൾ ആയിട്ട് വീക്ക് ആയി പോകും. ഭയങ്കര ജെംസ് എന്താണ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. പെട്ടെന്ന് ഈസിലി സ്പ്രെഡ് ചെയ്യും. ഒരാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമുക്കറിയാം തൗസൻഡ്സ് ഓഫ് ജെംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആകുന്നുണ്ട്. ആ ജെംസ് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാളുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് എൻ്റർ ആകുകയും അങ്ങനെ ബാക്കിയുള്ളവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. The medium of infection disease സ്പ്രെഡ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള മീഡിയംസ് ആണ് എയർ, വാട്ടർ, ഫുഡ്. ഇതെല്ലാം കൂടി ഇൻഫെക്ഷൻ ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസുകൾ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റി കുറവാണ്. നമ്മുടെ കുട്ടികള്, മെയിൻലി കുട്ടികള് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട്, നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ട് വളരെ ക്ലോസ്ഡ് ആണ്. സോ ഇവർക്ക് ഈ ഒരു ടൈം പീരീഡ്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചേഞ്ചസ് നടക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ അവരില് എന്താണ് ഇമ്മ്യൂണിറ്റി കുറവ് കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡിസീസ് വരുമ്പോൾ അവർക്ക് അവരുടെ ഹ്യൂമൻ ഹെൽത്തിന് വരെയും എന്താണ് ഒരു ഭീഷണിയാണ്. മെയിൻലി നമ്മൾ 2 types ഓഫ് ഡിസീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കണ്ടേജീനിയസ് ഡിസീസും ഇൻഫെക്ഷൻ ഡിസീസും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളെയാണ് കണ്ടേജീനിയസ് ഡിസീസ് എന്ന് പറയുമ്പോൾ. ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, എയർ ഇൻഫെക്ഷനിലൂടെ സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളാണ്. ഓക്കെ, മീനിങ് മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും റീഡ് ചെയ്യാവോ? ഹലോ മാം. ഹലോ, അമൃത പേര് അമൃത. റീഡ് ചെയ്തോടാ.
Common childhood diseases. Children get various kinds of diseases due to the absence of immunity. As children are disclosed to the surroundings and childhood is a period of continuous change, they are likely to suffer from diseases because of the harmful forces in the environment. A wide variety of microorganisms like bacteria exist in our environment. They are a threat to human health. Diseases may be caused by germs, parasites, and poison. Diseases are mainly two types: contagious and infectious. Contagious spread from one person to another through contact. The germs of these diseases are very strong. They spread easily and critically. The medium of infectious disease is food, air, water, etc. Infectious disease spread through the following methods. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ വേർഡ് ബൈ വേർഡ്? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നും കൂടെ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. Children get various kinds of disease due to absence of immunity. കുട്ടികൾക്ക് different types of disease വരാനുള്ള കാരണം എന്താണ്? Absence of immunity. Immunity കുറവാണ്. And children are disclosed to surroundings. കുട്ടികളുടെ environment, surroundings ആയിട്ട് disclosed ആണ്. And the childhood is a period of continuous changes. കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഏത്? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. So they are likely to suffer from disease because of harmful forces in our environment. നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് എവിടെയുണ്ട്? നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. എ വൈഡ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് exist in our environment. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത അത്ര ചെറുതായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. They are threats to human health. ഇതെല്ലാം ഹ്യൂമൻ ഹെൽത്തിന് എന്താണ്? ഭീഷണിയാണ്. The disease may be caused by germs, parasites, poison. നമ്മൾ മേ ബി ഡിസീസ് ഡിഫറെന്റ് ടൈപ്പ് കാരണങ്ങൾ വരാം. ജേംസ് വഴിയാവാം, പാരസൈറ്റ്സ് വഴിയാവാം, പോയിസൺസ് വഴിയാവാം. ഡിസീസസ് ആർ മെയിൻലി ടു ടൈപ്സ്. മെയിൻ ആയിട്ട് നമ്മുടെ ഡിസീസസിനെ ടു ടൈപ്സ് ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. Okay, contagious disease spread from one person to another through contact. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കോണ്ടാക്ടിലൂടെ സ്പ്രെഡ് ആകുന്ന അസുഖത്തെയാണ് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. The germs of these disease are very strong. ഈ അസുഖത്തിന്റെ ജേർംസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ബോഡിയിൽ എൻ്റർ ആയാൽ പോലും ആ ഒരു വ്യക്തിയെ വീക്ക് ആക്കാനായിട്ട് കാരണമാകും. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, നമ്മളെപ്പോലത്തെ ഒരു വ്യക്തിനെ പോലെ അത്ര വീക്ക് ആക്കുമെങ്കിൽ കുട്ടികളുടെ അവസ്ഥ, നമ്മളുടെ അത്രയും പോലും ഇമ്മ്യൂണിറ്റി ഇല്ല അവർക്ക്. അപ്പൊ അത് അവരെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. അത് ഈസിലി സ്പ്രെഡ് ആവും. പിന്നെ അതിന്റെ കുറച്ച് സൈഡ് എഫക്ട് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആക്കും. പേഷ്യന്റിനെ പെട്ടെന്നായിരിക്കും ക്രിട്ടിക്കൽ ആകുന്നത്. The medium of infection disease is food, air, water. Infection disease spread ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മീഡിയംസ് ആണ് ഫുഡ്, വാട്ടർ, എയർ. നമ്മൾ പറയാറുണ്ട് ഫുഡ് ഇൻഫെക്ഷൻ ആണ് ഇല്ലേ? കോമൺലി നമ്മൾ കേൾക്കണേ ഇപ്പൊ ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്നൊക്കെ അല്ലെ? അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന മാർഗങ്ങളാണ്. ഇനി ഞാൻ ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ നാട് എറണാകുളമാണ്. എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. പാലയം എന്നൊക്കെ പറയും. ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ടോ? പാലയം, ചേന്നമംഗലം, കുറച്ച് പേരെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചേന്നമംഗലത്ത് താമസിക്കുന്നത്. സോ ഞാൻ ഈ ഒരു സ്ഥലം പറയാൻ കാരണം എറണാകുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എറണാകുളത്താണ് ഏറ്റവും, കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ ഓഫ് ഹോസ്പിറ്റൽസുകൾ ഉള്ളത്. തോന്നിയിട്ടുണ്ടോ? എറണാകുളത്താണ് നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകൾ, വെൽ സർവീസ് ഒക്കെ നമ്മുടെ എറണാകുളത്തുണ്ട്. എയിംസ്, ആസ്റ്റർ, അതുപോലെ ഇഷ്ടം പോലെ ഒരുപാട് ഹോസ്പിറ്റൽ. ജസ്റ്റ് പേര് പറയുന്നില്ല എന്നുള്ളൂ. ഒരുപാട് ഹോസ്പിറ്റൽസ് എവിടെയുണ്ട്. അമൃത ഹോസ്പിറ്റൽ ഉണ്ടല്ലോ.
അമൃതയുണ്ട്, AIMS. ഓക്കെ, അപ്പോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് എവിടെ ഉണ്ട്? എറണാകുളത്തുണ്ട് ഇല്ലേ? പിന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എറണാകുളത്തിന്. ഞങ്ങളുടെ എറണാകുളത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഞങ്ങളുടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലം. ഹോട്ടലുകളുടെ ബിസിനസ് കൂടുതലും എറണാകുളത്താണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് എറണാകുളത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഹോട്ടൽ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്തു വരുന്നു, അതിനൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. അപ്പൊ ഈ ഹോട്ടൽ ബിസിനസ്സും ഹോസ്പിറ്റാലിറ്റിയും തമ്മിലൊരു കണക്ഷൻ തോന്നുന്നില്ലേ? അല്ലെ? പണ്ട് നമ്മളുടെയൊക്കെ വീട്ടില് നമ്മളുടെയൊക്കെ പാരന്റ്സ് എന്താണ് നമുക്ക് കുക്ക് ചെയ്ത് തന്നിരുന്നപ്പോ നമുക്ക് ഈ ഫുഡ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ നമ്മള് ഓരോ കുട്ടികളോട് ചോദിക്കുമ്പോൾ എന്താ ആയി ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയണം വയ്യായിരുന്നു, ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. കൊളീഗ്സ്, ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരോട് ചോദിക്കുമ്പോൾ എന്താ ലീവ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു, പുറത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചത് ശരിയായില്ല, ഇനി ആ ഹോട്ടലിൽ കയറാൻ പാടില്ല, വേറെ എവിടെയെങ്കിലും പോകണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ആവും, ദൈവമേ എന്താണ് നമ്മളുടെ കൾച്ചറിന് പറ്റുന്നത്. നമ്മൾ പണ്ട് നമ്മളുടെ വീടിന് ചുറ്റുപാടും കിട്ടുന്ന എന്താ പറയുക പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വെച്ച് കുക്ക് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്ന സമയത്ത് വിഷം ഇല്ലാത്ത പച്ചക്കറികളായിരുന്നു, വിഷം ഇല്ലാത്ത ഫുഡായിരുന്നു കൊടുത്തിരുന്നത്. ഇന്ന് നമ്മള് എന്ത് ചെയ്യുന്നു, ഈ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസും കാര്യങ്ങളും കുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരുന്നു. ഈ പിസ്സ, ബർഗർ, അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, ഇതെല്ലാം എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കുട്ടികൾക്ക്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് നോക്കുമ്പോൾ ഡയബറ്റിക് ആവുന്നു. അതിന് കാരണം എന്താണ്? ഈ പറഞ്ഞ ചോക്ലേറ്റ്, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ചെറുപ്പത്തിൽ കഴിക്കുന്നതാണ്. സോ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് പാചകം ചെയ്ത ഫുഡ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇൻഫെക്ഷൻ ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മാം, വി ക്യാൻ ഗ്രോ വെജിറ്റബിൾസ് ഓൾസോ, നോ മാം? എന്റെ ടെറസിൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്തിട്ടുണ്ട്. ബ്രിഞ്ചാൾ, ചില്ലി, കോളിഫ്ലവർ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലതാണ്, കാരണം നമുക്ക് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം വിഷം വരിയാത്ത ഫുഡ്. നല്ല കാര്യം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമ്മൾ ആദ്യം ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഫസ്റ്റ് മീഡിയമാണ് ഫുഡ് ഐറ്റംസ്. കൺസ്യൂമിങ് ഫുഡ് വിച്ച് അഫക്ട് ബൈ ഫ്ലോ and other insect is the reason for various disease and infection. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്സ്, നമ്മൾ ഇൻസെക്ട് ഫ്ലൈസ് അതേപോലെ മറ്റ് ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ ഡിസീസ് വരും. ഫ്ലൈ ഈസ് ദ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. ഫ്ലൈസ് ഏതാണ്? ഈച്ചകളാണ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള കാരിയർ എന്നറിയപ്പെടുന്നത്. ഇനി ഫുഡ് ഐറ്റംസ്, നമ്മൾ ഹോട്ടലിൽ പാചകം ചെയ്യുന്ന ഫുഡ് കഴിച്ചാലും ഇത് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസുകൾ വരുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് പറയാം. നാൾക്ക് മുമ്പാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു കുട്ടി ഫുഡ് ഇൻഫെക്ഷൻ കാരണം മരണം സംഭവിച്ചു. ഒരു ആൺകുട്ടിയാണ്, 25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അതിന് 2 ദിവസം മുമ്പ് വരെയും ഞാൻ ആ കുട്ടിനെ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ്, ആ കുട്ടി പിന്നെ നമ്മൾ അറിയുന്നത് ആ കുട്ടി മരണം സംഭവിച്ചു. പിന്നെ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം എന്താണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് എങ്ങനെ മരിച്ചു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ന്യൂസ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടി എന്താണ് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ട്, ആ ഒരു ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഷേക്കും കൂടി കഴിച്ചു. ഷേക്കും മന്തിയും കഴിച്ചു. ചില ഫുഡ് ഐറ്റംസ് എന്താ പറയാ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് വരുന്ന ഫുഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് ആ കുട്ടിയുടെ ബോഡിയിൽ സംഭവിച്ചത്. ആദ്യം ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് വന്നു, വോമിറ്റിങ്, വയറുവേദനയൊക്കെ ആയിരുന്നു രാത്രി. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ മാറുമെന്ന് വിചാരിച്ചു. വീണ്ടും ട്രീറ്റ്മെന്റ് ലൈറ്റ് ആക്കി. ഉച്ചയായപ്പോഴും ആണ് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ആ സമയമായപ്പോഴേക്കും ആ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ അത് അഫക്ട് ചെയ്തു. നമുക്ക് ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, മരണം സംഭവിക്കുകയാണ് ചെയ്തത്. സോ ഇൻഫെക്ഷൻ, ഫുഡ് ഇൻഫെക്ഷൻ എന്ന് നമ്മളോട് പറയാം. ഈ ഒരു ഇൻസിഡന്റ് പറയാനുള്ള കാരണം, ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു അസുഖമല്ല. നമ്മൾ ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ
അതിന് ആവശ്യമുണ്ട് കുട്ടികൾക്ക് പുറത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇല്ലാലോ. അമ്മമാർക്ക് എല്ലാ ടൈപ്പ് ഫുഡും വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനൊക്കെ അറിയാം. നമുക്ക് യൂട്യൂബും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ ഓൺലൈൻ ആയിട്ട് നോക്കി കണ്ട് പഠിച്ച് കുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ? ഞങ്ങളുടെ വീടിന്റെ അടുത്തും ഇതുപോലെ തന്നെ സെയിം കേസ് ഉണ്ടായിരുന്നു മാഡം. ആണോ? എവിടെയാടാ? ചെമ്മീൻ ബിരിയാണി കഴിച്ച് അതിന്റെ കൂടെ തന്നെ ലെമൺ ജ്യൂസും കഴിച്ചതാ. ഓ 15 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചുപോയി. പെൺകുട്ടി മരിച്ചുപോയി. ഫുഡ് പോയിസൺ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് സീ നമ്മള് ഫുഡിന്റെ കൂടെ അങ്ങനെ ലെമൺ ജ്യൂസ് അങ്ങനത്തെ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. യെസ് മാം. ഫിഷിന്റെ കൂടെ വിറ്റാമിൻ സി കഴിക്കാൻ പാടില്ല. നമ്മൾ ജ്യൂസ് എന്നല്ല, വിറ്റാമിൻ സി ടാബ്ലറ്റ് ഉള്ളത് കഴിച്ചാലേ ഇറ്റ് വിൽ എഫക്ട്. സീ ഫുഡിന്റെ കൂടെ കഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വിറ്റാമിൻ സി, ലെമണില് വിറ്റാമിൻ സി അങ്ങനത്തെ ഇത് ഉണ്ടല്ലോ, അസിഡിറ്റിയും അങ്ങനത്തെ സംഭവം. ദാറ്റ്സ് വൈ നമ്മൾ ശ്രദ്ധിക്കുക. ഫുഡ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കുക്ക് ചെയ്ത് സേഫ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചു വെച്ച ഫുഡ് ഐറ്റംസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നെക്സ്റ്റ് മീഡിയം ആണ് എയർ. അല്ലെ, എല്ലാവർക്കും അറിയാം എയറിലൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് സ്പ്രെഡ് ആവുന്നുണ്ട്. നമുക്കറിയാം കോവിഡ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയറിലൂടെയാണ്. അപ്പോ ഇറ്റ് ഇസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. When a patient cough or sneeze, thousands of germs spread in the air. ഒരു പേഷ്യന്റ് കഫ് ചെയ്യുമ്പോഴോ സീസ് ചെയ്യുമ്പോഴോ thousands of germs ആണ് എന്ത് ചെയ്യുന്നത്? എയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. They carry through air and get into the body of the person having less immunity power. അപ്പൊ അത് എയറിലൂടെ ക്യാരി ചെയ്ത് ഏറ്റവും ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള വ്യക്തിയെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് എക്സെട്ര ആർ എക്സാമ്പിൾ ആൻഡ് സ്പ്രെഡ് ഔട്ട് ഓഫ് എയർ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. കഫ്, കോൾഡ് ഒക്കെ നമ്മുടെ കുട്ടികളെ കഫൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ചുമ്മാ ചോദിക്കുമല്ലേ, ക്ലാസ്സിൽ ആർക്കെങ്കിലും ചുമയോ തുമ്മലോ ഉണ്ടായിരുന്ന? അപ്പൊ പറയും എന്റെ ഫ്രണ്ടിന് ചുമയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്, വേറെ എവിടെ നിന്നല്ല. കാരണം എന്താണ്? എയറിലൂടെ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ആകും. ഈ എയർ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടിക്കായിരിക്കും ഫസ്റ്റ് അസുഖം വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്. എന്താ മീസിൽസ്? ചിക്കൻ ബോക്സ് അങ്ങനെ അങ്ങനത്തെ സംഭവമല്ലേ ഡിസീസ് എന്ന് പറയുന്നത്? പനിയാണോ? കേട്ടാ, മലയാളം പറഞ്ഞ എല്ലാവർക്കും കിട്ടിയിരിക്കും. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. മീസിൽസ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടില്ലല്ലോ വിചാരിക്കും. ട്യൂബർകുലോസിസോ? ക്ഷയം. ഓക്കെ, ക്ഷയം. സ്മോൾ പോക്സോ? ചിക്കൻ ബോക്സ്, ബട്ടൂരി. അപ്പോ അതേപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എയറിലൂടെ സ്പ്രെഡ് ആകുന്നതാണ്. ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ആവാറുണ്ട് ഇല്ലേ? നമ്മൾ ഈ ഒരു മഴക്കാലത്തിന് മുമ്പായിട്ട് എന്താണ് നമ്മുടെ വീടിന് ചുറ്റുപാടും നല്ല രീതിയിൽ ക്ലീനൊക്കെ ചെയ്തല്ലാവരും എലിപ്പനി ഒക്കെ. എലിപ്പനി, H1N1, പന്നിപ്പനി, മലേറിയ, പ്ലേഗ്, ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്? അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്ക് നോക്കാം അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി ഏതെല്ലാം അസുഖങ്ങളാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നത്. ബിസൈഡ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ, insects, rats, and other creatures like pet dog, farm animals, even birds are responsible for carrying infection disease. Even നമ്മളുടെ ബേർഡ്സ് പോലും നമുക്ക് അസുഖങ്ങൾ വരുത്താനായിട്ട് കാരണമാക്കും എന്നാ പറയുന്നത്. അപ്പൊ ഫിലാരിസിസ്, ടൈഫോയിഡ് അതൊക്കെ മാറ്റിക്കോട്ടെ. ടൈഫോയിഡ് ഒരിക്കലും എന്താണ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴിയല്ല സ്പ്രെഡ് ആവുന്നത് കേട്ടോ. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ജസ്റ്റ് നിങ്ങളൊന്നും കട്ട് ചെയ്താൽ നോക്കിയേ.
malaria, plague, cholera, trench fever, etc. are spread through animals and other creatures. ഇതിൽ ഫിലാലസിസ് എന്താണ്? എന്താണത്? എന്തസുഖാണ്? കേട്ടിട്ടില്ല. എന്താണ് മിസ്? ഫിലാലസിസ് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. മന്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. മന്ത് കേട്ടിട്ടുണ്ടോ? എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? ഏതാ മീഡിയം? ഏത് അനിമൽസ് ക്രീച്ചറുകളോടെയാണ് സ്പ്രെഡ് ആകുന്നത്? മോസ്കിറ്റോ മലേറിയ സ്പ്രെഡ് ആവുന്നേ? ഈച്ചയല്ലേ? ഈച്ച കൊതുക് കൊതുക് മലേറിയ കൊതുക് വഴിയാണ് പടരുന്നത്. കോളറ ഒക്കെ നമുക്കറിയാം. കോളറയൊക്കെ നമുക്ക് ഇത് പറയാം, ഫ്ലൈസിനെ പറയാം. ഈ ട്രെഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ? മക്കൾക്ക് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടിട്ടില്ലല്ലോ ട്രെഞ്ച് ഫീവർ? ഇല്ല. ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത് കിടങ്ങ് പനി അങ്ങനെ എന്തോന്ന് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഗവൺമെന്റ് ടീച്ചറാണത് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന ഒരു ടീച്ചറാണത്. കാണാൻ പറ്റുന്നുണ്ടോ? ചെള്ളുപനിയാണോ? ചെള്ളുപനി, കിടങ്ങ് പനി, ബോഡി യൂസ് ഒക്കെ വഴിയാണ് മെയിൻലി വരുന്നത്. മിസ് ക്ലിയർ ആയാലോ? ഒന്നുകൂടി പറയാമോ? ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ബോഡി ലൂസ് ഉണ്ടല്ലോ. ഈ ജീവന ഏതാ മെയിൻലി നിലത്തി കാണുന്നത്? പെയിനല്ലേ? എന്താണ്? ട്രെഞ്ച് ഫീവർ പകരുന്ന ബാക്ടീരിയ വഴിയാണോ? ആണ്, പക്ഷെ ഈ പെയിൻ വഴിയാണ് മെയിൻലി അത് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ഭയങ്കരമായിട്ട് ഫീവർ ആയിരിക്കും, സിവിയർ ഹെഡേക്ക്, മസിൽ ജോയിന്റ് പെയിൻ വരും, വീക്ക്നെസ്, ഡേസിനെസ്, പിന്നെ പനി, വിട്ടുമാറാത്ത പനിയൊക്കെയാണ് ഇത് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ അത് ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ് കേട്ടോ. ഇനി എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ട്രെഞ്ച് ഫീവർ അല്ല, എന്നാലും ഈ ബോഡി യൂസ് വഴി ഒരു കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ വന്നത് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ആ കുട്ടീനെ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ ഒപ്പം ആരും ഇരിക്കുന്നില്ല. ക്ലാസ്സിലെ കുട്ടികളാരും പെൺകുട്ടികളാരും ഈ കുട്ടിയുടെ ഒപ്പം ഇരിക്കുന്നില്ല. ചെറിയൊരു കുട്ടിയാ. അപ്പൊ അവളുടെ ഒപ്പം ഇരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അവരുടെ അടുത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ ഇരിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, തല നിറച്ചും മിസ് ചെയ്യില്ലാന്ന് എനിക്ക് പറ്റും, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ള. ഞാൻ അവര് വഴക്ക് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, ഒരുമിച്ചിരിക്കണ്ടേ, അവളെ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു അവർക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. ഞാൻ നോക്കുമ്പോ ആ കുഞ്ഞിന് നമുക്ക് തന്നെ വിഷമം തോന്നും. കുഞ്ഞിന്റെ തല നിറച്ചും നമുക്ക് പൊന്തി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനേക്കാൾ കൂടുതൽ വിഷമം തോന്നുന്നു വെച്ചാല് ഈ ഒരു ഭാഗമേ, ഈ ഒരു താഴെ ഈ ഒരു ഭാഗം, ഇവിടെ അതേപോലെ ഈ ബാക്ക് സൈഡ്, അത് കഴുത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് റെഡ് കളറില് എന്താ പറയാ, കുഞ്ഞു നല്ല സ്വെല്ലിങ് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ അവിടെ കുഞ്ഞു കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ട്. ഞാൻ നോക്കണം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, കുഞ്ഞിക്കുട്ടിയാ, പൊക്കം അധികം വലിയൊരു കുഞ്ഞിക്കുട്ടി അത്രേ ഉള്ളൂ. ആൾക്ക് അത്യാവശ്യം നേരം മുടിയുമുണ്ട്, ഇത്രയും ഷോൾഡറിന്റെ ഇവിടെ ഇറക്കി മുടിയുമുണ്ട്. പക്ഷെ ഇതിന് ഭയങ്കര ഇൻഫെക്ഷനുകൾ സ്പ്രെഡ് ചെയ്തിട്ട് ആ കുട്ടിക്ക് തന്നെ പറ്റുന്നില്ല. ഒന്നാമത് ആ കുട്ടി, ഞാൻ ചോദിക്കാൻ പോയപ്പോഴേക്കും ആ കുട്ടി കരഞ്ഞു പോയി. കാരണം ഫ്രണ്ട്സ്
നിൽക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, ആ ഒരു ഡിപ്രഷൻ. അത് കൂടാതെ തന്നെ എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളും കാരണം നമുക്ക് തന്നെ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ കുട്ടിയുടെ സിസ്റ്റർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞത് ഇതിന്റെ കാര്യങ്ങൾ ഈ പാരന്റ്സിനോട് പറയണം, അമ്മയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ കാരണം ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് അത് കഴിഞ്ഞ ഒരു ദിവസം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ ആദ്യം പറഞ്ഞത് അങ്ങോട്ട് ഫുള്ളും കളയണം, കുട്ടിക്ക് നിങ്ങൾ ഹിപ്പളെങ്കിലും കൊണ്ടുവരാൻ തോന്നിയത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നോട് നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വഴക്ക പറഞ്ഞത്. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, അങ്ങോട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്തു, ക്ലീൻ ഫുള്ളായിട്ട് കളഞ്ഞു. പിന്നെ എന്താണ് ഓയിൽമെന്റ്, പുറത്തേക്കൂടെ പരത്തുന്ന ഓയിൽമെന്റ് പരത്താനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അത്യാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി. പിന്നെ വെക്കേഷനൊക്കെ ആയിരുന്നു, വെക്കേഷനൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ നല്ല മിടുക്കി കുട്ടിയിലാണ് പിന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടത്. ആ കുട്ടിയുടെ പഴയ ഹെയർ അത്രയും കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ആൾ ഓക്കെയാണ്. അപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ ഹെയർ ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് വളർത്താൻ നിൽക്കരുത്. കാരണം ഇതേപോലെ കാരണം പാരന്റ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടിയുടെ പാരന്റ്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം ഒട്ടും ആ കുട്ടിയെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പോലും വിഷമം തോന്നി ആ കുട്ടിയുടെ കാര്യം കണ്ടപ്പോ. എന്നാലും പാരന്റ്സ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ആകുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ നമ്മള് സർബത്തും അതേപോലെ ഐസ് പിന്നെ കോഫി ഒക്കെ വാങ്ങിച്ചു കഴിക്കാറുണ്ടോ? എല്ലാവരും വാങ്ങിക്കാറുണ്ട്. ജ്യൂസ് കുടിക്കാറുണ്ടോ? പൈസ കുറവിനൊക്കെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പൈസ കുറവിന് ജ്യൂസ് കൊടുക്കും. 20 രൂപയ്ക്കാണ് ഒരു കുപ്പി ജ്യൂസ് കൊടുക്കുന്നത്, ഫ്രഷ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. മാക്സിമം ഞാൻ കുടിക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും അടുത്തേക്ക് കൂടി ഒരു അസുഖം പോയാൽ മതി പെട്ടെന്ന് എനിക്ക് അഫക്ട് ചെയ്യും. കുട്ടികളെ പോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. അപ്പൊ മാക്സിമം ഞാൻ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കാറില്ല. ഈ ഓപ്പൺ മാർക്കറ്റിലൊക്കെ നമ്മള് ചായയും കോഫിയൊക്കെ വിൽക്കുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്, എന്തോരം പൊടിയും അങ്ങനത്തെ ഭയങ്കര ടെസ്റ്റ് ഉള്ള ഒരു ഏരിയയിലായിരിക്കും അവർ ടീ സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അവിടെ എന്തോരം തിരക്ക് ആൾക്കാർക്ക്. ഇങ്ങനെ ആലോചിക്കും, ഇത്രയും പേര് വന്ന് എന്താ കുടിക്കുന്നേ. അപ്പൊ എനിക്ക് തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്ത് നമ്മള് തിളപ്പിച്ച് കുടിക്കുന്ന ചായനേക്കാൾ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ചായക്കുന്നത് അല്ലെ. നമ്മള് ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോ അവിടുത്തെ പൊടിയൊക്കെ കാരണമായിരിക്കും ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. ആ പൊടിയും കറിയൊക്കെ മിക്സ് ചെയ്യും. നമ്മള് വീട്ടില് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ടീയും കോഫിയും സോർബറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ വിൽക്കുന്നത് നമ്മള് മാക്സിമം അവോയ്ഡ് ചെയ്യാം. കുട്ടികളെ കൊണ്ട് പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. ആ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ മെയിൻ എയിം എന്താണെന്നറിയോ, പുറത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഈവൻ ഐസ്ക്രീം, ഷേക്ക്, ജ്യൂസ് എന്തായാലും മതി, അത് പുറത്തുനിന്ന് വെള്ളം കുടിച്ചാൽ മതി. എന്റെ മോള് പ്രാവശ്യം ഇതേപോലെ എന്ത് ചെയ്തു, പുറത്തു കൊണ്ടുപോയി. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാറില്ല, ഹസ്ബൻഡൊക്കെ പോകാറ്. ഞാൻ പ്രാവശ്യം ഞാൻ ചെറുതായിരുന്ന സമയത്ത് മോളൊരു 4 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുപോയി. അപ്പൊ എന്താണ്, അവൾ എന്നോട് ദാഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയാ, വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഒരു വെള്ളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ മുതൽ പുറത്ത് പോകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് എന്റെ ബാഗിൽ വയ്ക്കുന്നത് വെള്ളമാണ്. വെള്ളം കുപ്പി എടുത്ത് കൊടുക്കും. വെച്ചിട്ട് അവൾ ഇതേപോലെ തന്നെ കടലിൽ അവിടെ എത്തിയപ്പോ അമ്മ ഇത് ദാഹിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ആക്ഷൻ. വിഷമിക്കണ്ട, ഞാൻ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടോ, ഞാൻ വാട്ടർ ബോട്ടിൽ കൊടുത്തു. അപ്പൊ നമ്മളത് മുൻകൂട്ടി കാണാം, കുട്ടികൾ പുറത്ത് പോകുമ്പോൾ ദാഹിക്കുന്നു, വെള്ളം ചോദിക്കുന്നു. നമ്മൾ ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്യാം. ദീസ് ആർ in market tea, coffee, sherbet and so are sold in open. These are contaminated by dust and other dirt particles. ഇതെല്ലാം contaminated ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതർ ഡേർട്ട് പാർട്ടിക്കിൾസ് കാരണം. അങ്ങനെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിസെൻട്രി, ലൂസ് മോഷൻ ആണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാറുണ്ട്. പിന്നെ പറഞ്ഞ എനിക്ക് അസുഖങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. കോളറ, ഫീവർ, ടൈഫോയിഡ് എക്സെട്ര ആർ
the disease which is spread through the medium. Pfizer, contaminated വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ് ഒക്കെ വരാനായിട്ട് കാരണമാകും. ഓക്കെ, നമ്മള് കുട്ടികള് കളിക്കാനൊക്കെ പോവില്ലേ പുറത്തേക്ക്? വീട്ടില് പുറത്തേക്ക് കളിക്കാൻ പോവാറുണ്ടോ? നല്ലതാണ്, കളിക്കാനൊക്കെ വിടണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുള്ളൂ. ഞാനതിന് എതിർക്കുന്നൊന്നുമില്ല. നമ്മൾ പുറത്ത് കളിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന ഒരു ടൈം അവരുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും? മണ്ണും അതേപോലെ അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ അവരോട് ഫസ്റ്റ് പറയാം, ഒന്നില്ലെങ്കില് അടങ്ങി ചെറുതായിട്ടൊരു ത്വക്ക് ഇൻഫെക്ഷൻ ഇന്നലെ കിട്ടിയിട്ടാ. അപ്പോ ഇങ്ങനെ എന്താ പറയാ, കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി കളിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും ബോഡി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അവിടത്തേക്ക് വരാം. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് ജെംസ് സോയിലിൽ തന്നെ ഉണ്ട് അല്ലേ? മണ്ണിൽ തന്നെ ഒരുപാട് ജെംസ് ഉണ്ട്. അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആക്കി പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോ children should be trained to wash their hands and feet constantly, especially after any travel or sports. പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം സ്പോർട്സ് ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴും കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മള് ഹാൻഡും ഫീറ്റൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യിക്കാം. പണ്ട് നമ്മൾ കോവിഡ് വന്ന സമയത്തേ നമ്മൾ നന്നായിട്ട് ഹാൻഡ് ഫീറ്റ്സ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുന്നില്ലേ? ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ആലോചിച്ചൊരു ഒരു കുട്ടിയെ കുറിച്ച് പറയാട്ടോ. നമ്മുടെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, ഏതാണ്? ലൈഫ് ബോയുടെ ഹാൻഡ് വാഷിന്റെ ഒരു പരസ്യം. അപ്പൊ ഈ കുട്ടി പറയാൻ കഴുകിക്കോ സോപ്പ് യൂസ് ചെയ്തിട്ട് അവൻ കഴുകാറുണ്ട്. ഇങ്ങനെ റബ് ചെയ്യണം, ഇങ്ങനെ റബ് ചെയ്യണം അവൻ കഴുകുക. അപ്പോഴേക്കും ബാക്കി എല്ലാ കുട്ടികളും എന്ത് ചെയ്തു? ഹാൻഡ് വാഷ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ലാസ്റ്റ് അവന്റെ കൈ എന്ത് ചെയ്തത്? വാഷ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോ കോവിഡ് വന്നപ്പോ നമുക്ക് മനസ്സിലായി, നമ്മള് ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലൊന്നും ആ ജേർമ്സ് ഡെഡ് ആവില്ല അല്ലേ? അവൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് അന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായപ്പോ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? ഹാൻഡ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. അതേപോലെ ഫീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കുട്ടികളെ വീട്ടിന്റെ അകത്തോട്ട് തന്നെ കയറ്റാനായിട്ട്. thousands of germs in the soil. നമ്മൾ കാണാത്ത thousands of germs എന്തിലുണ്ട്? മണ്ണിലുണ്ട്. After playing with the soil, children may take food without washing their hands properly. പുറത്തൊക്കെ പോയി കളിച്ചു വന്നതിന് ശേഷം എന്താ പറയാ, വിത്തൗട്ട് കൈയൊക്കെ കഴുകാതെയാണ് ഫുഡൊക്കെ കഴിക്കുന്നതെങ്കിൽ ഈ ജേംസ് നേരെ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആവാനും നമുക്ക് അസുഖങ്ങൾ വരുത്താനും കാരണമാവും. Thus the germs get into the body and bring disease. നമുക്ക് എന്താണ് അസുഖങ്ങൾ വരുത്താനും നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് അത് ഈസിലി എൻറ്റർ ആവുകയും ചെയ്യും. അപ്പോ അതുവഴി ഈ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വഴി മെയിൻലി വരുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ദിസ് വേ. അപ്പൊ ഈ ഒരു മാർഗത്തിലൂടെ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു അസുഖങ്ങളാണ് പറഞ്ഞത് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ്. ഈ അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കൂട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ്. അപ്പൊ ഒന്ന് വായിച്ച ഇൻഫെക്ഷൻ ഡിസീസിന്റെ മീഡിയംസ്. മനസ്സിലായി? പറഞ്ഞോടാ. ആരാ വായിക്കാണോ? വായിച്ചോ. ഫുഡ് ഐറ്റംസ് മുതൽ വായിച്ചോട്ടോ. Food items. ശരി. Consuming foods which are affected by flies and other insects is the reason for various diseases and infections. Fly is the major carrier of infections. Next, air. It is the main medium of spreading diseases. When a patient coughs and sneezes, thousands of germs spread in the air. They are carried through air and get into the body of the person having less immunity power. Cough, cold, measles, smallpox, tuberculosis, etc. are examples and spread out air. Next, animals and other creatures. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for
caring for infection, filariasis, malaria, plague, cholera, trench fever, etc. Next, drinks like water, ice, and sherbets. In the market, tea, coffee, sherbets are sold in the open. These are contaminated by dust and the other dust particles. Dysentery, cholera, fever, typhoid, etc. are the diseases which spread through the media. Next, dirty hands and feet. Children should be trained to wash their hands and feet constantly, especially after any travel or sports. There are thousands of germs in the soil. After playing with soil, children may take food without washing their hands properly. Thus, the germs get into the body and bring diseases. Diseases like polio, dysentery, and tetanus, etc. are transmitted this way. എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയറാണോ? ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഈ ലാസ്റ്റത്തെ മാത്രം ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഓക്കെ. നമ്മുടെ കയ്യിൽ അഴുക്കുള്ള കൈകള് പാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്താണ് ജെംസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആകാനും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരാനും കാരണമാകും. നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് വാഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലുള്ള എല്ലാ ജേംസും ഡെഡ് ആവുമോ? ഇല്ല. കുട്ടി അങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിക്കും. ഈ ജേംസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആകാനും അത് വഴി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് വരാനും കാരണമാകും. അങ്ങനെ വരുന്ന അസുഖങ്ങളാണ് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് മുഖേന വരുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ഒക്കെ കേട്ടോ. ഓക്കെ മാം. നമ്മള് ഇനി നോക്കുന്നത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ഡിസീസിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൂഫിംഗ് കഫ് ആണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വൂഫിംഗ് കഫ് എന്ന് കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. നിർത്താതെ വില്ല് പോലെ വളർന്ന് ചുമക്കുന്നത് കൊണ്ടാണ് പണ്ട് ഉള്ളവര് വില്ലൻ ചുമ എന്ന് പറഞ്ഞിരുന്ന ഒരു പേരുണ്ട്. 100 days of cough അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയും. 100 days of cough എന്ന് പറയുന്നത് 100 ദിവസം വരെയും ഈ ചുമ മാറാതെ നമുക്ക് ഉണ്ടാവും. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചെറുപ്പത്തിലേക്കാണ് 100 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഇതേപോലുള്ള എന്താണ് കഫ് ഉണ്ടായിരുന്നോ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ ഇതേപോലെ കഫ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓർമ്മയുണ്ട്. അപ്പൊ നമുക്കും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ചുമ വന്നിട്ട് മാറാതെ നമ്മൾ മരുന്ന് കൊടുക്കും, അപ്പൊ മാറും, വീണ്ടും വരും, അങ്ങനെ വരാറുണ്ടല്ലോ. നമ്മൾ ശ്രദ്ധിക്കണം അത് വൂഫിംഗ് കഫ് ആണോ എന്ന്. സാധാരണ നമ്മളെ അങ്ങനെയുള്ള സാധാരണ കഫാണെങ്കിൽ കുഴപ്പമില്ല. വൂഫിംഗ് കഫ് ആണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വിട്ടു മാറാത്ത ചുമയായിരിക്കും, വില്ല് പോലെ വളർന്ന് ചുമയ്ക്കും. ചുമച്ച് നമുക്ക് ബ്ലഡ് വരെ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ഇത് ഭയങ്കര പ്രത്യേക ഒരു അവസ്ഥയാണിത്. ഈ വൂഫിംഗ് കഫിന് മറ്റൊരു പേരുണ്ട്, പെർട്യൂസിസ്. കേട്ടിട്ടുണ്ടോ? പെർട്യൂസിസ്. സ്പെല്ലിംഗ് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. പെർട്യൂസിസ് ഹൈലി കണ്ടീജിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകും. പെർട്യൂസിസ് ഉള്ള ഒരാള് വൂഫിംഗ് കഫ് ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മരണത്തിന് വരെ കാരണമാകുന്നൊരു അസുഖമാണ് വൂഫിംഗ് കഫ്. മുതിർന്നവരുടെ വൂഫിംഗ് കഫ് അത്ര വലിയ പ്രശ്നം സീരിയസ് കേസ് അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. സോ വൂഫിംഗ് കഫ് വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഫ്രം ഡ്രോപ്ലെറ്റ്സ്. വൂഫിംഗ് കഫ് ഉള്ള ആള് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത്. പണ്ട് നമ്മള് വൂഫിംഗ് കഫിനെ എതിരെ എടുത്തിരുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. കേട്ടിട്ടുണ്ടോ? DPT വാക്സിൻ. ഡിഫ്തീരിയ, ടെറ്റനസ്, ആൻസിലർ പെർട്യൂസിസ്
DPT വാക്സിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ വാക്സിൻ മാറ്റിയിട്ടുണ്ട്. പെന്റാവാലിന്റെ വാക്സിൻ ആണ്. ഏത് വാക്സിൻ ആണ്? പെന്റാവാലിന്റെ വാക്സിൻ ആണ്. ഒന്നും കൂടെ പറയാവോ? ഏതാണ് വാക്സിന്റെ? വാക്സിൻ ആയിരുന്നു. അതൊന്ന് ടൈപ്പ് ചെയ്യോ മാം? ടൈപ്പ് ചെയ്യോ? ഓക്കെ. പെർട്യൂസിന്റെ നെയിമാണ്. ആദ്യം വാക്സിൻ ആണ്. മൂന്ന് അസുഖങ്ങൾക്കുള്ള വാക്സിൻ ആണ് കൊടുത്തിരുന്നത്. D4 ഡിഫ്തീരിയ, D4 ഡിഫ്തീരിയ, T4 ടെറ്റനസ്, P4 പെർtussis. അങ്ങനെ മൂന്ന് അസുഖങ്ങൾക്കും കൂടെയുള്ള വാക്സിൻ ആയിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പൊ വാക്സിൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ കറന്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പെന്റാവാലിന്റെ വാക്സിൻ ആണ്. പെന്റാവാലിന്റെ വാക്സിൻ കേട്ടോ. ഇപ്പൊ പെന്റാവാലിന്റെ വാക്സിൻ ആണ് ഇപ്പൊ നമ്മള് പെർtussis ബോഫിൻ കഫിന് കൊടുക്കുന്നത് കേട്ടോ. ബോഫിൻ കഫിന്റെ പേരുകൾ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബോഫിൻ കഫ് എന്ന് പറയും, പെർtussis എന്ന് പറയും, 100 days of cough എന്ന് പറയും. ഹൈലി എന്താണ് കണ്ടീജിയസ് ആയിട്ടൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. കോമൺ കോൾഡ്, കഫ്, റണ്ണിങ് നോസ് ഒക്കെ പോലെയാണ് ആദ്യം സിംറ്റംസ് ഒക്കെ വരുന്നതൊക്കെ. പിന്നീടാണ് ഇത് കോംപ്ലിക്കേഷൻ മാറുന്നത്. അപ്പൊ പെന്റാവാലിന്റെ വാക്സിൻ ആണ് നമ്മൾ ബോഫിൻ കഫ് എന്ന് പറയുന്ന അസുഖത്തിനെതിരെ നമ്മൾ ഇപ്പോൾ കറന്റ്ലി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യില് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരായിരിക്കും കൂടുതൽ വരും അല്ലേ? എല്ലാ കുട്ടികളുടെയും വാക്സിനേഷന്റെ കാർഡ് അല്ലെങ്കിൽ ബുക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യില്? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ വാക്സിനേഷന്റെ കാർഡ് അവൈലബിൾ അല്ലേ? ആ കാർഡിലോ ബുക്കിലോ നിങ്ങൾക്ക് പെന്റാവാൻ, പെന്റാ2 അല്ലെങ്കിൽ DPT ഫസ്റ്റ് ഡോസ്, DPT സെക്കൻഡ് ഡോസ് കാണും. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് DPT വാക്സിനെ കുറിച്ചും പെന്റാവാലിൻ വാക്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു അസുഖത്തെ കുറിച്ച്, ഒരു അസുഖമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അസുഖത്തിന്റെ പേര് ബോഫിൻ കഫ് എന്നാണ്. വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ പെർtussis ഓർ 100 days of cough എന്ന് പറയും. പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഏത് ബോഫിൻ കഫ് എന്ന് പറയുന്നത്. കോമൺ കോൾഡ്, നോസ് എന്താ പറയാ, റണ്ണി നോസ്, ഫീവർ, കഫ് ഒക്കെ ആയിട്ടാണ് ഫസ്റ്റ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു 3 മാസത്തോളം നീണ്ടു നിൽക്കും. അങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതെന്താണ് ബോഫിൻ കഫ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അത് കുറച്ച് എന്താ പറയാ, ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ വന്ന് കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ് ഇത് ബോഫിൻ കഫ് എന്ന് പറയുന്നത്. അപ്പോ
ഹൈലി കണ്ടീജിയസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസ് ആണ് മൂഫിംഗ് കഫ്. ഇനി മൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത് ബ്രോ ഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലൂടെയാണ്. ബാക്ടീരിയയുടെ പേര് ഒന്നുകൂടി പറയുന്ന പ്രോ PRO ഡെൽറ്റ പെർട്യൂസിസ്. അവിടെ നിന്നാണ് പെർട്യൂസിസ് എന്നുള്ള പേരും കൂടി ഈ ഒരു അസുഖത്തിന് വന്നത്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ആയിട്ട് പറയുന്നത്. അപ്പൊ ബോർഡിറ്റെല്ല പെർട്യൂസിസ് പറയുന്ന സംഭവം എന്താണ്? ഇത് തന്നെയല്ലേ വൂപ്പിംഗ് കഫ് തന്നെയല്ലേ? മനസ്സിലായില്ലടാ. ബോർഡിറ്റെല്ല പെർട്യൂസിസ് പറയുന്നതും കഫ് തന്നെയല്ലേ? അല്ല, അത് ബാക്ടീരിയയുടെ പേരല്ലേ, പെർട്യൂസിസ് എന്നാണ്. ഓക്കെ, നമ്മളത് വായിക്കാണ്. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. Whooping cough, it affects the children below 5 years of age. ഇത് മെയിൻലി ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് കോസ് ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് ആൻഡ് വീക്ക് ആൻഡ് വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്. നമ്മൾ ചുമച്ച് നമുക്ക് പറ്റില്ല, ബ്രീത്ത് ചെയ്യാനായിട്ട് വരും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരും, ചുമച്ച് ബ്ലഡ് ഒക്കെ വോമിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് അത് പോകുന്നത്. ഇറ്റ് ഇസ് വെരി ഇൻഫെക്ഷൻസ്, ഹെൻസ് ദ ചൈൽഡ് ഇസ് ഷെഡ്യൂൾഡ്. ഇങ്ങനെ വരുമ്പോ നമ്മുടെ കുട്ടീനെ നമ്മുടെ ഷെഡ്യൂൾ ചെയ്യാൻ വെച്ചാൽ ക്വാറന്റൈൻ ഇരുത്തിയില്ലേ, ഓർമ്മയുണ്ട് നമ്മൾ ക്വാറന്റൈൻ ഒക്കെ കോവിഡിന്റെ സമയത്ത് എന്താണ് ക്വാറന്റൈൻ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാവില്ല എല്ലാവരും. അങ്ങനെയാണ് നമ്മുടെ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ കുട്ടിക്ക് അതേപോലെ തന്നെ എന്താ പറഞ്ഞത്, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി നിർത്താതെ ചുമക്കുകയാണെങ്കിൽ അത് മാക്സിമം ബാക്കിയുള്ള കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്, ആ കുട്ടീനെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്താന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്ക് അസുഖം വരാനുള്ള ചാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മള് വൂപ്പിംഗ് കഫിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം വൂപ്പിംഗ് കഫിനെ കുറിച്ച്. നമ്മൾ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്, അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചിൽഡ്രൻസിന്റെ മെയിൻ ആയിട്ട് ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരുന്നത്. അതേപോലെ തന്നെ ഡിസീസ് എത്ര ടൈപ്സ് ഉണ്ട്, കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്ന അസുഖങ്ങൾ നമ്മൾ കണ്ടേജിയസ് ഡിസീസ് എന്നും, അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഫുഡ് വാട്ടർ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞു. ഓക്കെയാണോ? ഓക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസീസസിന് ഓരോന്നായിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. സഹായ പറഞ്ഞോടോ, അവരെന്തും പറയണ തോന്നി. എക്സാമിന് വരും, ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ എക്സാം. അപ്പൊ ഇനിയിപ്പോ എടുത്തില്ല, ക്ലാസ് എടുത്തില്ല, അപ്പൊ എങ്ങനെയാ എക്സാമിന് വരിക? അപ്പൊ എങ്ങനെയായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ക്വസ്റ്റ്യൻ വരുന്നതിന് എക്സാമ്പിൾ പറയാം. നമുക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതിനുള്ളത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. Children state various types of disease due to dash. എന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ആൻസർ? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. സിമ്പിൾ ആയിട്ടുള്ളൂ, ലക്ഷണം അടിക്കില്ല. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കുന്നതിനും നല്ലത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ക്യാച്ച് ചെയ്യാൻ നോക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഓക്കെ ആയിരിക്കുള്ളൂ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും. മോക്ക് ടെസ്റ്റ് മറ്റത്തേത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള പേര് കാര്യങ്ങളൊക്കെ പോകും. മാം എപ്പോഴാ മോക്ക് ടെസ്റ്റ് വരിക? വീക്ക്ലി അങ്ങനെ മന്ത്ലി ആണോ, അങ്ങനെയാണോ? അങ്ങനെയല്ലോ, ഓരോ ചാപ്റ്റർ വൈസ് ആണോ. ഒരു ചാപ്റ്റർ ടെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴാണ് മോക്ക് ടെസ്റ്റ് വരുന്നത്.
ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ചാപ്റ്ററിനും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതെ, ഓക്കെ. മാക്സിമം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മൾ എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതാണ്. അങ്ങനെ പഠിക്കണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മള് എൻജോയ് ചെയ്ത് അല്ലാണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. താങ്ക് യു ഓൾ. ലിയന ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്പർ കൊടുത്തേക്ക് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. Thank you. Thank you, ma'am. 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 താങ്ക് യു മാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുന്നില്ലേ? ഹലോ മാം, സൈൻ ഔട്ട് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. Thank you for the valuable session today. And we learned a lot about childhood diseases. And we are waiting for the next class. Thank you. Thank you all. Thank you for your comments. താങ്ക് യു. താങ്ക് യു മാം. ഒന്ന് ആരാധന ആഡ് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്തോ? ഓക്കെ, താങ്ക് യു.